നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്നത്തെ വീഡിയോയിലെ നമ്മൾ പറയാൻ പോകുന്നതേ ഈ വരുന്ന മാർച്ച് 31 ചൊവ്വാഴ്ച ഒരു വിശേഷപ്പെട്ട ദിവസമാണ്. അന്ന് അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് കേട്ടോ. അതിന് മുമ്പായിട്ട് നാളെയും ഒരു വിശേഷ ദിവസമാണ്, ഏകാദശിയാണ്. കാമത ഏകാദശി എന്നാണ് പറയുക. അതേക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഏകാദശിയൊക്കെ നോൽക്കുക കേട്ടോ. സാധിക്കുന്നവരൊക്കെ ഏകാദശി നോൽക്കുക. എൻ്റെ ആഗ്രഹങ്ങളും സാധിപ്പിച്ച് കിട്ടും എന്നാണ് പറയുക ഈ ഒരു കാമത ഏകാദശി നോറ്റ് കഴിഞ്ഞാൽ. അപ്പോൾ അത് നാളെയാണ്, എല്ലാവരും നോറ്റോളൂ കേട്ടോ. ഇന്ന് പറയാൻ പോകുന്നത് 31 വിശേഷത്തെക്കുറിച്ചാണ്. അന്ന് പൂര നക്ഷത്രമാണ്, മീനമാസത്തിലെ പൂരാണ്. ഗണപതിക്ക് വളരെ വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ് കേട്ടോ. അന്ന് നമ്മളെ കേരളത്തിലെ ഹൈന്ദവ കുടുംബങ്ങളിലെ പെൺകുട്ടികൾ അനുഷ്ഠിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. ചെറിയ കുട്ടികളാണ് കേട്ടോ. ചെറിയ ഒരു 3 വയസ്സുള്ള കുട്ടികൾ മുതൽ അവർ വലുതാവുന്ന, അതായത് വലിയ കുട്ടികളാകുമല്ലോ, അതുവരെ ചെയ്യാൻ പാടുള്ളൂ. അതിനുശേഷം ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ അവർക്ക് അനുഷ്ഠിക്കാൻ സാധിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. അത് ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അതിപ്പോൾ പെൺകുട്ടികൾക്ക് എല്ലാവർക്കും, നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യമാണ്, അതല്ലേ? അപ്പോൾ ഈ പെൺകുട്ടികൾക്കും ഐശ്വര്യം, എത്രത്തോളം ഐശ്വര്യം ഉണ്ടാകണോ അത്രത്തോളം നല്ലതാണ്. അപ്പോൾ ഐശ്വര്യവർദ്ധനവിനായിട്ട് ചെയ്യുന്ന ഒരു അനുഷ്ഠാനമാണ് കേട്ടോ. അതേക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഈ വരുന്ന മാർച്ച് 31 നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോഴേ അതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് മനസ്സിലായിട്ടോ. അതായത് ഇപ്പം കഥകൾ, അലങ്കാരം, ചോദ്യങ്ങൾ, അതിനുള്ള മറുപടികൾ, അതൊന്നും കൂടാതെ നമ്മുടെ ഹൈന്ദവ സമൂഹത്തിൽ ആചരിക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും ചിലർക്കൊക്കെ ഇത് അറിയുള്ളൂ, ചിലരൊന്നും ആചരിക്കാത്തത് അറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ അതേക്കുറിച്ച് കൂടുതലായിട്ട് അറിയുമ്പോൾ അങ്ങനെ അത് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ അത് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് മനസ്സിലായിട്ടോ. നമ്മുടെ കമൻറ്റ് ബോക്സ് കണ്ടു കഴിഞ്ഞാൽ അറിയാം. ഇന്നലെ തന്നെ ഒരു ഭക്ത പറഞ്ഞിട്ടുണ്ട്, ചേച്ചി ഇതുപോലുള്ള കാര്യങ്ങൾ ഇനിയും ഉൾപ്പെടുത്തണട്ടോ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. അപ്പം അങ്ങനെ കേൾക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അത് പറയാനായിട്ടും ഇഷ്ടം തോന്നുമല്ലോ. അപ്പം അങ്ങനെയാണ് കുറച്ച് ആചാരങ്ങളെക്കുറിച്ച്, അനുഷ്ഠാനങ്ങളെക്കുറിച്ചൊക്കെ ഉൾപ്പെടുത്താം എന്ന് കരുതുന്നത് കേട്ടോ. അപ്പം ഇന്ന് പറയാൻ പോകുന്നത് ആ ഒരു അനുഷ്ഠാനത്തെക്കുറിച്ചാണ്. ഗണപതിക്ക് വളരെ വിശേഷപ്പെട്ട ദിവസമായിട്ടുള്ള ചൊവ്വാഴ്ചയെക്കുറിച്ചാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് അലങ്കാരം പറയണ്ടേ നമുക്ക് ആദ്യം തന്നെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ. ആദ്യം തന്നെ ഇന്നലത്തെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇന്നലെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം ബലരാമേട്ടനായിട്ടായിരുന്നു വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു കയ്യിൽ കലപ്പയും ഒരു കയ്യിൽ കുറച്ച് പൂക്കളൊക്കെയാണ് ഭഗവാൻ പിടിച്ചിരിക്കുന്നത്. ശരിക്കും ഏട്ടനായിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഈ അലങ്കാരം വന്നപ്പോൾ എന്തായിരിക്കണം നിങ്ങളുടെ അടുത്ത് പറയേണ്ടതെന്ന് ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത് എല്ലാവരുടെ അടുത്തും ഒരു സന്ദേശമായിട്ട് പറയാനായിട്ടാണ്. ഇന്നലെ ബലരാമേട്ടൻ വന്നു. ഇതിന് മുൻപ് ഒരു ദിവസം കൂട്ടുകാരൊക്കെ ആയിട്ടാണ് ഭഗവാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഭഗവാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്, ഭഗവാന്റെ കൂട്ടുകാർ തയ്യാറായി നിൽക്കുന്നുണ്ട്, ദേ ബലരാമേട്ടനും എത്തിയിട്ടുണ്ട്. അപ്പം ഇനി വെക്കേഷനിലേ വരുന്നത്, എല്ലാവരും കൂടെ പോന്നോളൂ, നമുക്ക് ഒരുമിച്ച് ഈ ഒരു വെക്കേഷൻ നന്നാക്കാം, നന്നായി കളിക്കാം, ഭഗവാനെ കാണാം, എല്ലാവരും ഗുരുവായൂർക്ക് പോന്നോളൂ എന്ന് തന്നെയാണ് പിന്നെയും പറയുന്നത് കേട്ടോ. പിന്നെ ഒരു പ്രത്യേകത, ഭഗവാൻ ഇന്നലെ കലപ്പയൊക്കെ പിടിച്ചിട്ടല്ലേ നിൽക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഈ കലപ്പയ്ക്ക് എല്ലാവരും വരുമ്പോൾ സ്വീകരിക്കാനായിട്ട് പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൂടാതെ കയ്യിൽ കലപ്പയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ രണ്ടുണ്ട് ഉപയോഗം. ഒന്ന്, ഇങ്ങനെ വെറുതെ തരിശായിട്ട് കിടക്കുന്ന ഭൂമി നന്നായി ഉഴുതു മറിച്ചിട്ട് അതിനെ കൃഷിയോഗ്യമാക്കി തീർക്കുകയാണ് ചെയ്യണത്. പിന്നെ ഈ കലപ്പ കൊണ്ട് നല്ല തല്ലും കിട്ടും. ബലവാനാണ് ബലരാമേട്ടൻ. അപ്പോൾ ഈ വെക്കേഷൻ സമയത്ത് കുട്ടികൾ കുറുമ്പുകളൊന്നും കൂടുതൽ കാണിക്കാതെ, അതായത് മോശപ്പെട്ട രീതിയിലേക്ക് ഒന്നും പോകാതെ നല്ല രീതിയിൽ പോകണം എന്നാണ് പറയണത്. ഒപ്പം തന്നെ ഭഗവാൻ നമ്മുടെ അടുത്ത് പറയുന്നതേ, ഇപ്പോൾ വെക്കേഷനൊക്കെ ആയിക്കഴിഞ്ഞാൽ കൂടുതൽ സമയം കളിച്ച് നടക്കുകയല്ല, നന്നായി കളിക്കണം, യാത്രകളൊക്കെ പോകാനായിട്ട് സാധിക്കുന്നവർ അതിനൊക്കെ പോകണം. ഒപ്പം തന്നെ കുറച്ച് സമയം എന്തെങ്കിലും പുതിയതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ടും കൂടെ നീക്കി വയ്ക്കാം. ഇപ്പം എന്തെങ്കിലും പുതിയ സ്കില്ലുകൾ നമ്മൾ പരിചയപ്പെടുന്നത് വളരെ നല്ലതാണ്. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഇപ്പോൾ ഉദാഹരണത്തിന് ചിത്രരചനയൊക്കെ പഠിക്കാനായിട്ട് പോകാം, അതുപോലെ കമ്പ്യൂട്ടർ റിലേറ്റഡ് ക്ലാസ്സുകൾക്കൊക്കെ പോകാം, അബാക്കസ് പോലെയുള്ള ട്രെയിനിങ്ങിനൊക്കെ പോകാം, നീന്തൽ പരിശീലിക്കാനൊക്കെ ആയിട്ട് പോകാം. ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ള സ്കില്ലുകളെ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ കളിക്കുന്നതിനോടൊപ്പം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കൂടെ നമ്മൾ സ്വന്തമാക്കിയിട്ട് പരിശീലിച്ചെടുക്കുകയാണെങ്കിൽ അത് നമുക്ക് ഭാവിയിൽ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അപ്പോൾ ഇന്നലെ എന്ത് പറയണം എന്ന് ആലോചിച്ച സമയത്ത് മനസ്സിൽ തോന്നിപ്പിച്ച കാര്യമാണ് ഈ ഒരു സന്ദേശം കുട്ടികളുടെ അടുത്ത് പറയൂ എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതെല്ലാവരുടെ അടുത്തും പറഞ്ഞിരിക്കുകയാണ്.
എല്ലാവരും കളിക്കുന്നതിനോടൊപ്പം തന്നെ ഈ വെക്കേഷനൊക്കെ പ്രദമാക്കുന്നതിനോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സ്കിൽസുകളും കൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്യാനായിട്ട് പഠിക്കാനായിട്ടൊക്കെ ഒന്ന് ശ്രമിക്കൂ കേട്ടോ. അപ്പം അതിനെല്ലാം ഗുരുവായൂരപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കും. അതിനുവേണ്ടി തന്നെയാണ് ഗുരുവായൂരപ്പനും ഇവിടെ ഉള്ളത്. കളിക്കണം, ഒപ്പം പഠിക്കുകയും വേണം. പുതിയ കാര്യങ്ങൾ നമ്മുടെ പാഠ്യേതര വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതല്ല കേട്ടോ, അതല്ലാത്ത പുതിയ കാര്യങ്ങളൊക്കെ കുട്ടികളെല്ലാവരും പഠിക്കാനായിട്ടും ശ്രമിക്കുക. മാതാപിതാക്കളും അങ്ങനെയൊക്കെ അവർക്ക് പരിചയപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് പോകുമ്പോഴാണ് മനസ്സിലാകുക നമുക്ക് ഇതിനോട് താല്പര്യമുണ്ടോ, നമുക്കിത് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ശ്രമിക്കുക കേട്ടോ. അപ്പം അതും കൂടെ ഈ ഒരു അലങ്കാരത്തിനോടൊപ്പം പറഞ്ഞിരിക്കുകയാണ്. അപ്പം എല്ലാവരും കലപ്പയും പൂക്കളും ഒക്കെ ആയിട്ട് പിടിച്ചു നിൽക്കുന്ന ബലരാമേട്ടനായിട്ട് നിൽക്കുന്ന ഭഗവാന്റെ രൂപം നന്നായി മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭഗവാന്റെ മുന്നിൽ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. ഇനി നമുക്ക് മാർച്ച് 31-ാം തീയതിയിലെ ആ വിശേഷത്തെക്കുറിച്ച് പറയാട്ടോ. മീനമാസത്തിലെ പൂരം നക്ഷത്രമാണെന്ന് പറഞ്ഞല്ലോ. ഗണപതിക്കാണ് വിശേഷം. പൂരം ഗണപതിക്ക് ഇടുക എന്നാണ് പറയുക. ഇതേപോലെ തന്നെ വർഷത്തിൽ 2 എണ്ണം വരും. ഒന്ന് പൂരം നക്ഷത്രത്തിലെ, അത് മീനമാസത്തിലെ, പിന്നെ ഒന്ന് തുലാമാസത്തിലെ തിരുവോണം നക്ഷത്രത്തിനാണ്. തിരുവോണം ഗണപതിക്ക് ഇടാന്നും പറയും. അതായത് ഗണപതിക്കാണ് വിശേഷം. ഗണപതിക്ക് നേദിക്കുകയാണ് ചെയ്യുക. സാധാരണ ഹൈന്ദവ കുടുംബങ്ങളിലുള്ള ചെറിയ പെൺകുട്ടികളാണ് ചെയ്യുക കേട്ടോ. ആൺകുട്ടികളല്ല, ചെറിയ കുട്ടികൾ, മുതിർന്നവരല്ല. ഒരു 3 വയസ്സിന് മുകളിലുള്ളവരെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുക. അതിലും താഴെയുള്ളവർ നന്നേ ചെറിയ കുഞ്ഞുങ്ങളായിരിക്കുമല്ലോ. അപ്പോൾ അവർക്ക് അതൊന്നും ചെയ്യാനായിട്ട് അവർ ഇരിക്കുകയൊന്നുമില്ല. അപ്പോൾ ഈ 3 വയസ്സ് മുതൽ ഏകദേശം ഒരു 9-10 പ്രായം വരെയൊക്കെ, അത് കഴിഞ്ഞ് അവർ വലിയ കുട്ടികളാകുമല്ലോ. അതിനുശേഷം പിന്നെ ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. അപ്പോൾ പെൺകുട്ടികളാണ് ചെയ്യുക, ചെറിയ കുട്ടികൾ. ഒരു 3 വയസ്സൊക്കെ കഴിഞ്ഞ കുട്ടികളെ രാവിലെ നേരത്തെ എണീറ്റ് കുളിപ്പിക്കുക. ഒരു സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ. ഒരു 7 മണി 7:30 8 മണി ആ ഒരു സമയത്ത് സൂര്യൻ ഉദിക്കൂലോ, അതിനുശേഷമാണ് ചെയ്യുക. അടുക്കളയിലോ എവിടെയാണോ ഇരുന്നിട്ട് സൗകര്യം അവിടെയാണ് ഭഗവാനെ നേദിക്കേണ്ടത്. അപ്പോൾ കുട്ടികളെയൊക്കെ കുളിപ്പിച്ച് കൊണ്ടുവരിക. ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ പിറന്നാളിനുള്ള ഒരുക്കങ്ങൾ, അതേപോലെ നന്നായിട്ട് അവരെ ഒരുക്കുക. ഈ 1.5 എടുക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ കുട്ടികൾ കുടിപ്പിച്ച് കൊടുത്തിട്ട് ഭംഗിയിൽ ആഭരണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക, കണ്ണെഴുതിക്കുക, വലയിട്ട് കണ്ണെഴുതിക്കുക, പൊട്ടൊക്കെ തൊട്ട് കൊടുക്കുക, ദശപുഷ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചൂടിക്കുക. അങ്ങനെ നല്ല ഭംഗിയിൽ ഒരുക്കിയിട്ട് മുല്ലപ്പൂവൊക്കെ മാല ചൂടിക്കുക കേട്ടോ. ചൂടിച്ച് കൊണ്ടുവന്നിട്ട് കുട്ടികളെ ഇരുത്തുക, പലകയുടെ ഇരുത്തുക. അപ്പോൾ വിളക്കൊക്കെ കൊളുത്തി വെക്കണം കേട്ടോ. വിളക്ക് കൊളുത്തി വെക്കുക, കിടിയിൽ വെള്ളം വെക്കുക, അഷ്ടമംഗല്യം ഉണ്ടെങ്കിൽ അതൊക്കെ വെക്കുക. പിന്നെ അമ്മിക്കുട്ടീനെ കൊണ്ടുവരണം. അമ്മിക്കുട്ടി ഉണ്ടായിരിക്കണം വീട്ടിൽ. അതിനെ അണിയണം, നിലത്തും അമ്മിക്കുട്ടിയിലൊക്കെ അണിയുക. എന്നിട്ടാണ് ഗണപതിയെ സങ്കല്പിച്ചുകൊണ്ടാണ് നീതിക്കുക കേട്ടോ. പ്രത്യേകിച്ച് മന്ത്രങ്ങളൊന്നുമില്ല. വീട്ടിലെ അമ്മമാരും മുത്തശ്ശിമാരും അവരൊക്കെയാണ് പറഞ്ഞു കൊടുക്കുക. മന്ത്രങ്ങളൊന്നും ഇല്ലാതെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ടാണ് ഗണപതിക്ക് നീതിക്കുക. എന്തൊക്കെയാണ് നീതിക്കാന്നറിയോ? പലഹാരങ്ങൾ. ഗണപതിക്ക് എന്താ ഏറ്റവും ഇഷ്ടം? പലഹാരങ്ങൾ അത്ര ഇഷ്ടം. അപ്പം, അട, അവില്, മലര്, ഇതാണ് പ്രധാനം. ഇത് നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. നമ്മുടെ വീട്ടിലുണ്ടാക്കുക, ധാരാളമായിട്ട് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ മടയും അവിലും മലരൊക്കെ തയ്യാറാക്കുക. പിന്നെ എന്താണ്, പിന്നെ സാധിക്കുന്നവർ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പലഹാരങ്ങളൊക്കെ വെക്കാം. പഴം വെക്കാം, ശർക്കര, നാളികേരം, ഇങ്ങനെ പൂള് കുത്തിയത് അതൊക്കെ വെക്കാം. ഗണപതിക്ക് അതൊക്കെ വലിയ ഇഷ്ടമാണല്ലോ, ശർക്കരയൊക്കെ കൂട്ടി കടിച്ച് കഴിക്കാനായിട്ട്. പിന്നെ എന്താണ്, ലഡു, അതുപോലെ ജിലേബി, അങ്ങനെയുള്ള മധുര പലഹാരങ്ങൾ അത് വേണമെങ്കിൽ അതൊക്കെ വെക്കാം. അതൊക്കെ ഓപ്ഷണൽ ആയിട്ടാണ് പറയുക. ഈ അപ്പം, അട, അവില്, മലര് ഇതൊക്കെ നിർബന്ധമായിട്ട് പറയാറുണ്ട് കേട്ടോ. അതൊക്കെ വെക്കാം, എന്നിട്ട് നീതിക്കുക. അപ്പോൾ ഭഗവാനെ കൊടുക്കുക എന്നുള്ള ഒരു സങ്കല്പമാണ്. ഗണപതിയെ മനസ്സിൽ ധ്യാനിച്ചിട്ടാണ് കുട്ടികൾ അങ്ങനെ ചെയ്യാറുള്ളത് കേട്ടോ. അത് നമ്മുടെ കുടുംബങ്ങളിലെ ചെറിയ പെൺകുട്ടികളാണ് അങ്ങനെ ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ നേദിച്ചു കഴിഞ്ഞാൽ ആ പ്രസാദം ഈ കുട്ടീനെ കൊണ്ട് കഴിപ്പിക്കുക. പിന്നെ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? അപ്പോൾ വീട്ടിലെ ഏട്ടന്മാരൊക്കെ ഉണ്ടായിരിക്കും, മുതിർന്ന കുട്ടികൾ, ആൺകുട്ടികൾ ഉണ്ടായിരിക്കും, അപ്പോൾ അനിയന്മാരും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവരെ, പിന്നെ ചുറ്റുവട്ടത്തുള്ള ഏട്ടന്മാരുണ്ടാവുമല്ലോ അവരെ, പിന്നെ അതുപോലെ തന്നെ പുരുഷന്മാരാണ്, അമ്മാവന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ കൊണ്ടുപോയിട്ട് ഈ കുട്ടി കൊടുക്കണം. അതെങ്ങനെയാണ് കൊടുക്കാന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വാരി കൊടുക്കുകയാണ് ചെയ്യുക. ചിലപ്പോഴൊക്കെ ഈ കുട്ടികളിങ്ങനെ പുറംതിരിഞ്ഞ് നിൽക്കും, എന്നിട്ട് ഈ മുണ്ടിൻ്റെ ഭാഗം കാണിച്ചു കൊടുക്കും, തോർത്തുമുണ്ട് കാണിച്ചു കൊടുക്കും. അപ്പോൾ അതിലിടും, ചിലർ വാരിയെടുത്ത് ഓടും, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പെൺകുട്ടികളുടെ കയ്യിൽ കൊടുക്കാറില്ല, അവരെടുത്ത് കഴിക്കുകയാണ് ചെയ്യുക. ആൺകുട്ടികൾക്കാണ് ഈ നേദിച്ച പെൺകുട്ടി കൊണ്ടുവന്നിട്ട് കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുക്കുമ്പോൾ ഈ രക്ഷാബന്ധൻ, രാഖിയൊക്കെ കിട്ടില്ലേ, അങ്ങനത്തെ ഒരു സങ്കല്പം കൂടെ പറയാറുണ്ട്. അതായത് അവരെല്ലാം എനിക്ക് സഹോദരന്മാരാണ്, ആ ഒരു ചിന്ത കൂടെ അവിടെ വരുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഐശ്വര്യം ഉണ്ടാകും എന്നാണ് പറയുക. പെൺകുട്ടികൾ തന്നെ വീടിൻ്റെ ഐശ്വര്യമാണെന്നാണ് പറയുക, വീടിൻ്റെ വിളക്കാണെന്നാണ് പറയുക. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കൂടുതൽ ഐശ്വര്യം ഉണ്ടാകും, ആ ഒരു കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാകും, അങ്ങനെയൊക്കെയാണ് പറയാറുള്ളത് കേട്ടോ. അപ്പോൾ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനായിട്ട്, പെൺകുട്ടികളുടെ ഐശ്വര്യത്തിനും ക്ഷേമത്തിനും ഒക്കെ ആയിട്ട് ചെയ്യുന്ന ഒരു അനുഷ്ഠാനമാണ് ഈ ഗണപതിക്കിടുക എന്ന് പറയുന്നത്. അത് ഒന്ന് പൂരം ഗണപതിയാണ്, ഒന്ന് തിരുവോണം ഗണപതിയാണ്. ഈ പൂരം ഗണപതി വരുന്നത് ഈ മാർച്ച് മാസം 31-ാം തീയതിയാണ് കേട്ടോ. അപ്പോൾ ചിലർക്കൊക്കെ ചെയ്യാൻ ഇത് അറിയുന്നുണ്ടായിരിക്കും, ചെയ്യുന്ന കുടുംബങ്ങളുണ്ടായിരിക്കും, ചിലർ അറിഞ്ഞിട്ട് ചെയ്യാത്തവരുണ്ടായിരിക്കും, ചിലർ അറിയാത്തത് കൊണ്ട് ചെയ്യുന്നില്ല എന്നുമുള്ളവരുണ്ടായിരിക്കും. അപ്പോൾ കൃത്യമായിട്ടെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്, ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചെയ്യാം. ഇപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് കുറച്ചും കൂടെ ഒരു എളുപ്പമാണ് ഈ ഒരു സമയത്ത്. എനിക്ക് തോന്നുന്നു 31-ാം തീയതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തിരക്കൊന്നുമില്ലാത്തൊരു ദിവസം തന്നെ ആയിരിക്കാനാണ് സാധ്യത, സ്കൂളുകളൊക്കെ അടച്ചതുകൊണ്ട്. പിന്നെ ഇപ്പോൾ 3 വയസ്സുള്ള കുട്ടിയെന്ന് വേണം, അത് 3 വയസ്സുള്ള കുട്ടി എന്ന് പറഞ്ഞാൽ 3 വയസ്സ് മുതൽ തുടങ്ങാമെന്നാണ് പറഞ്ഞത്. അവർ വലിയ കുട്ടികളാകുന്നവരെ ഒരു 10-12 വയസ്സ് വരെയൊക്കെ ഉണ്ടായിരിക്കാം. അത് കഴിഞ്ഞിട്ടൊക്കെയാണല്ലോ സാധാരണ പെൺകുട്ടികൾ വലിയ കുട്ടികളാവുക. അപ്പോൾ അതുവരെയുള്ള പ്രായത്തിലുള്ള പെൺകുട്ടികളൊക്കെ ഒരുവിധം വീടുകളിലൊക്കെ ഉണ്ടായിരിക്കുമെന്ന് തന്നെ വിശ്വസിക്കണം. എല്ലാ വീട്ടിലും അല്ല കേട്ടോ, ആൺകുട്ടികൾ മാത്രമുള്ള വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു അവസരം കൂടിയാണ്. ഇതൊക്കെ നിസ്സാരമായിട്ട്, അത് വളരെ സിമ്പിൾ എന്ന് പറയുന്നില്ല കേട്ടോ, എന്നാലും അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരു സന്തോഷമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അവർ ചെയ്യുന്ന കാര്യങ്ങൾ, അവരെ കൊണ്ട് ഒരു കാര്യം ചെയ്യിപ്പിക്കുമ്പോൾ നല്ല സന്തോഷമാണ് കുട്ടികൾക്ക്, അവിടെ ബാക്കിയുള്ളവർക്കും നല്ല സന്തോഷമാണ്. അപ്പോൾ ആ ഒരു സന്തോഷം തന്നെ നമുക്കൊരു ഐശ്വര്യമായിട്ടാണ് വന്ന് ഭവിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഈ വരുന്ന 31-ാം തീയതി സാധിക്കുന്ന എല്ലാവരും ഈ ഒരു കാര്യം അനുഷ്ഠിച്ചോളൂ കേട്ടോ. ഇനി ഒരു കഥ പറയാം കേട്ടോ. നല്ല രസമുള്ളൊരു കഥയാണ്. ചിലപ്പോൾ ചിലരൊക്കെ കേട്ടിട്ടുണ്ടാകാനും സാധ്യതയുണ്ട് കേട്ടോ. എന്നാലും നല്ലൊരു കഥയായതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് പറയണം. ഒരു മുത്തശ്ശിയുടെ കഥയാണ്. ബുദ്ധിയും അതേപോലെ തന്നെ ഭക്തിയും ഒരുമിച്ച് വേണം, എന്നാലേ ശക്തി ഉണ്ടാകുള്ളൂ എന്നാണ് പറയണത് കേട്ടോ. നമുക്ക് ഭക്തി മാത്രം ഉണ്ടായാൽ പോരാ, ബുദ്ധിയും വേണം. കാരണം ഭക്തിയിലൂടെ ഭഗവാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ബുദ്ധിപൂർവ്വം വേണമല്ലോ നമ്മളത് പ്രവർത്തിക്കാനായിട്ട്. എന്നാൽ മാത്രമേ നമുക്ക് വിചാരിച്ച കാര്യങ്ങളൊക്കെ നേടാനായിട്ടും കൂടെ സാധിക്കുള്ളൂ. അങ്ങനെയാണ് ഈ കഥയിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തും ബുദ്ധിപരമായിട്ട് വേണം നേരിടാൻ. അതായത് നമുക്ക് ഭക്തിയുണ്ട്, ഭഗവാൻ എല്ലാം ഭഗവാനിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇരുന്നാൽ പോരാ, നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കുകയും വേണം. അതിനും കൂടെയുള്ള ഊർജ്ജം ഭഗവാൻ നമുക്ക് പ്രാർത്ഥനയുണ്ട് നൽകും. എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു മുത്തശ്ശിയുണ്ട്, അവർക്ക് കണ്ണ് കാണില്ല കേട്ടോ, കണ്ണ് കാണാത്ത ഒരു മുത്തശ്ശിയാണ്. പക്ഷെ ഭഗവാനെ വലിയ ഇഷ്ടമാണ്, എല്ലാ ദിവസവും പ്രാർത്ഥിക്കും, ഭഗവാനെ തൊഴാനൊക്കെ ആയിട്ട് പോകും. കണ്ണിൽ നേരെ കാണില്ല എന്നല്ലേ ഉള്ളൂ, ഭഗവാനെ സ്മരിച്ചുകൂടെ, നാമൊക്കെ ചൊല്ലും. അങ്ങനെ ഭഗവാനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു മുത്തശ്ശിയാണ്. അങ്ങനെ മുത്തശ്ശി ഇങ്ങനെ തപസ് ചെയ്യുന്ന പോലെ എപ്പോഴും ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക, അങ്ങനെയൊക്കെ ചെയ്തിട്ട് അവസാനം ഗുരുവായൂരപ്പൻ മുത്തശ്ശിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ആ ഒരു ഭക്തി കണ്ടിട്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് മുത്തശ്ശിക്ക് നല്ല സന്തോഷമായി. ഭഗവാന്റെ ആ ഒരു സ്വരമൊക്കെ കേട്ടപ്പോൾ കാണാനായിട്ട് സാധിക്കില്ലല്ലോ. അപ്പോൾ ഭഗവാൻ ചോദിച്ചു, അമ്മയ്ക്ക് എന്ത് വരമാണ് വേണ്ടത് എന്ന് ചോദിച്ചു. ഭഗവാൻ നല്ല സന്തോഷമായി, നല്ല ഇഷ്ടമായി. അപ്പോൾ എന്താണ് വരം വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ മുത്തശ്ശിക്ക് ഇപ്പം എന്താ ചോദിക്കണ്ടേ എന്നുള്ള ഒരു കൺഫ്യൂഷൻ വന്നു. എന്താ ഭഗവാന്റെ അടുത്ത് ചോദിക്കുക, എന്താ ചോദിക്കണ്ടേന്ന് അറിയണില്ല. അപ്പം അങ്ങനെ ഒന്ന് പരിഭ്രമിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ ഗുരുവായൂരപ്പൻ പറഞ്ഞു, സാരമില്ല അമ്മേ, ഞാനേ പോയിട്ട് നാളെ ഇതേ സമയത്ത് വരാം. അമ്മ പോയിട്ട് വീട്ടിലൊക്കെ ചെന്നിട്ട് എല്ലാവരുടെ കൂടെ ഒന്ന് കൂടി ആലോചിച്ചിട്ട് എന്താ ഇഷ്ടം എന്നുള്ളത് വന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഭഗവാൻ പറഞ്ഞപ്പോൾ മുത്തശ്ശി സമാധാനമായി. ഭഗവാൻ പോയി നാളെ ഈ സമയത്ത് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മുത്തശ്ശി വീട്ടിലെത്തി. അപ്പോൾ മുത്തശ്ശിയുടെ വീട്ടിലാണെങ്കിലോ മകനും ഉണ്ട്, മരുമകളും ഉണ്ട്. ഇവർ 3 പേര് ആകെയുള്ളൂ, വേറെ ആരും ഇല്ല ഈ അമ്മയ്ക്ക് കേട്ടോ. അപ്പോൾ മകൻ്റെ അടുത്ത് പറഞ്ഞു, അതെ ഞാൻ ഭഗവാൻ എൻ്റെ മുന്നിൽ പ്രത്യക്ഷമായി, എന്നിട്ട് എൻ്റെ അടുത്ത് വരം ചോദിക്കൂ എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് എന്താ ചോദിക്കേണ്ടതെന്ന് മനസ്സിലായില്ല. അപ്പോൾ നാളെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളെ ചോദിക്കുമ്പോഴേക്കും എന്തെങ്കിലും ഒരു കാര്യം തയ്യാറാക്കി വെക്കണം. എന്താ ഞാൻ ചോദിക്കുക എന്നിങ്ങനെ ചോദിച്ചു അമ്മ. അപ്പോൾ മകൻ പറഞ്ഞു, അമ്മേ നമുക്കിപ്പോൾ പൈസയൊന്നുമില്ലല്ലോ, കാശല്ലേ നമുക്ക് അത്യാവശ്യം, കുറച്ച് കാശ് ചോദിക്കാറുന്നില്ലേ ഭഗവാന്റെ അടുത്ത്, അതല്ലേ ചോദിക്കേണ്ടിയിരുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി, കാശ് ചോദിക്കണം എന്നാണ് മകൻ പറഞ്ഞത്. അങ്ങനെ മരുമകളുടെ അടുത്ത് ചോദിച്ചപ്പോൾ മരുമകൾ പറഞ്ഞു, ഇവർക്ക് കുട്ടികളില്ല. അതായത് ഈ മകനും മരുമകൾക്കും അവർക്ക് കുട്ടികളില്ല, കുറേ വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലാതിരിക്കുക വിവാഹത്തിന് ശേഷം. അപ്പോൾ അമ്മോട് പറയാണ്, അമ്മേ നമ്മുടെ ഈ വംശപരമ്പര നിലനിർത്താനായിട്ട് ഒരു കുഞ്ഞ് നിർബന്ധമായിട്ടും വേണമല്ലോ, അപ്പോൾ ഒരു കുഞ്ഞിന് തരാനായിട്ട് അമ്മയ്ക്ക് ചോദിക്കാറുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പം മുത്തശ്ശിക്ക് പിന്നെയും കൺഫ്യൂഷനായി. കാരണം മകനൊന്ന് പറഞ്ഞു, മരുമകൾ വേറൊന്ന് പറഞ്ഞു, രണ്ടും അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്, ഏത് പറയണം എന്നുള്ള ചിന്തയിലായി.
അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മുത്തശ്ശിയുടെ തൊട്ടടുത്ത വീട്ടിലെ ഒരു സുഹൃത്തുണ്ട് കേട്ടോ. അവരടുത്ത് പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, മകൻ ഇന്നതാണ് പറഞ്ഞത്, മരുമകൾ ഇന്നതാണ് എന്ന് പറഞ്ഞു. അപ്പൊ അവരെ ഈ മുത്തശ്ശിയുടെ അടുത്ത് ചോദിച്ചു, അല്ല അമ്മയ്ക്ക് കണ്ണ് കാണില്ലല്ലോ, അമ്മയ്ക്ക് കണ്ണേ കാണുന്നില്ല. അപ്പൊ ആദ്യം അതല്ലേ ചോദിക്കേണ്ടത്? മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കുന്നതിനേക്കാൾ മുൻപായിട്ട് കണ്ണിന് കാഴ്ച തരണം എന്നല്ലേ ഭഗവാന്റെ അടുത്ത് പറയേണ്ടത്? അപ്പൊ പിന്നെ അമ്മയ്ക്ക് എല്ലാം കാണാലോ. അപ്പൊ സ്വന്തം കാര്യമല്ലേ ആദ്യം നോക്കേണ്ടത്, കണ്ണിന് കാഴ്ച തരണം എന്നാണ് പറയേണ്ടത് എന്ന് അവരും പറഞ്ഞു. അങ്ങനെ അമ്മയ്ക്ക് ആകെ കൺഫ്യൂഷനായി എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ എന്താ പറയണ്ടേന്ന് അമ്മ അങ്ങനെ കുറേ ഇരുന്നിട്ട് ആലോചിച്ചു. മുത്തശ്ശിക്കാണെങ്കിൽ വന്നൊക്കെ എഴുന്നിട്ട് ഉറക്കവും വരുന്നില്ല. ഒരു വരേ തരുള്ളൂ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അതങ്ങനെയാണല്ലോ, ആകെ ഒരു വരെയാണ് കിട്ടുക. അപ്പോൾ ഏത് ചോദിക്കണം എന്നുള്ള കൺഫ്യൂഷനായിട്ട് അന്ന് നേരം വെളുക്കുന്നത് വരെ മുത്തശ്ശിക്ക് ഉറങ്ങാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ നേരം വെളുത്തു. പിറ്റേ ദിവസം, അതായത് പറഞ്ഞ ആ ഒരു സമയത്ത് തന്നെ ഭഗവാൻ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അവിടെ പോയി. അപ്പോൾ ഭഗവാൻ കൃത്യസമയത്ത് തന്നെ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ചോദിച്ചു, മുത്തശ്ശി ആലോചിച്ചോ, കണ്ടുപിടിച്ചോ എന്താ വരം വേണ്ടതെന്നുള്ളത്? വേഗം പറഞ്ഞോളൂ, ഞാനത് സാധിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ മുത്തശ്ശിക്ക് ഏതായാലും ഭക്തിയുണ്ട്. ഭക്തി ഉള്ളത് കൊണ്ടാണല്ലോ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടത്. അങ്ങനെ മുത്തശ്ശി നന്നായി ആലോചിച്ചിട്ട് ബുദ്ധിപൂർവം ഭഗവാന്റെ അടുത്ത് ഒരു വരം ചോദിച്ചു. അതായത്, എൻ്റെ പേരക്കുട്ടി സ്വർണ്ണപാത്രത്തിലെ പാൽക്കഞ്ഞി കുടിക്കുന്നത് എനിക്ക് കാണണം, അങ്ങനെ ഒരു ആഗ്രഹം എനിക്കുള്ളൂ എന്നാണ് ഭഗവാന്റെ അടുത്ത് പറഞ്ഞു. എന്നിട്ട് കേട്ടോണ്ടേ ഭഗവാൻ എന്താ പൊട്ടിച്ചിരിച്ചു കിട്ടും. ഹായ്, നല്ല ബുദ്ധി. നല്ല ബുദ്ധിയോട് കൂടിയിട്ടാ പറഞ്ഞേ. കാരണം അവർക്ക് മക്കളില്ല, പേരക്കുട്ടിയില്ല. അപ്പൊ പേരക്കുട്ടി സ്വർണ്ണപാത്രത്തിൽ ഇരുന്നിട്ട് സ്വർണ്ണപാത്രത്തിൽ പാൽക്കഞ്ഞി കുടിക്കണം എന്നാ പറയണത്. അത് എനിക്ക് കാണണം എന്നും കൂടെ പറഞ്ഞു. അപ്പൊ പേരക്കുട്ടി ഉണ്ടായി. പേരക്കുട്ടി ഉണ്ടാവണല്ലോ ആദ്യം, എന്നാലേ കുട്ടി പാൽക്കഞ്ഞി കുടിക്കണത് കാണാൻ പറ്റുള്ളൂ. പിന്നെ സ്വർണ്ണപാത്രത്തിൽ പാൽക്കഞ്ഞി കുടിക്കണമെങ്കിൽ എന്തായാലും കാശുണ്ടാവണം, അല്ലാതെ അങ്ങനെ കുടിക്കാനായിട്ട് സാധിക്കില്ല. അതെനിക്ക് കാണുകയും കൂടെ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ മുത്തശ്ശിക്ക് കാഴ്ച കിട്ടണം, എന്നാലല്ലേ ഇതെല്ലാം സാധിക്കുള്ളൂ. അപ്പൊ ഈ എല്ലാ ആഗ്രഹങ്ങളും ഒറ്റ ഒരു ആഗ്രഹമായിട്ട് മുത്തശ്ശി പറഞ്ഞു. അപ്പൊ മുത്തശ്ശിക്ക് ബുദ്ധിയുണ്ട്. അപ്പൊ ബുദ്ധിപൂർവം ഭഗവാന്റെ അടുത്ത് ചോദിച്ചു. ഭഗവാൻ അത് സാധിച്ചു കൊടുക്കുകയും ചെയ്തു. ഇതിനെ നമ്മുടെ അടുത്തും പറയുന്നേ, നമുക്ക് ഭക്തി മാത്രം ഉണ്ടായാൽ പോരാ, ബുദ്ധിയും കൂടെ അവിടെ പ്രവർത്തിക്കണം. ബുദ്ധിയോട് കൂടി ഭഗവാനോട് ചോദിക്കണം എന്ന് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. നമുക്ക് നൽകിയിട്ടുള്ള ആ ഒരു ഭക്തി കൊണ്ട് നൽകിയിട്ടുള്ള ഭഗവാന്റെ അനുഗ്രഹം നമ്മൾ ബുദ്ധിപൂർവം വേണം ഉപയോഗിക്കാനായിട്ട്. നല്ല ബുദ്ധിയൊക്കെ നല്ല ഷാർപ്പാക്കിയിട്ട് വെച്ചിട്ട് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രയത്നിച്ചു കഴിഞ്ഞാലേ നമുക്ക് വിജയം കൈവരുത്താനായിട്ട് സാധിക്കുള്ളൂ. അല്ലാതെ നമുക്ക് ഭക്തിയുണ്ട്, നമ്മൾ ഭഗവാനെ സേവിച്ചിരുന്നു, നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കടമകളൊക്കെ ഉണ്ടായിരിക്കും, നമ്മൾ ചെയ്യേണ്ട ജോലികൾ ഉണ്ടായിരിക്കും, കർത്തവ്യങ്ങൾ ഉണ്ടായിരിക്കും. ഇതൊക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ ഭക്തിയോട് കൂടിയിട്ട് നമ്മൾ ചിന്തിക്കണം, ബുദ്ധിപരമായിട്ട് ചിന്തിക്കണം. ഭഗവാന്റെ അനുഗ്രഹം കൂടെ ഉണ്ടെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ബുദ്ധിപൂർവ്വം നമുക്ക് ചെയ്യുകയാണെങ്കിൽ എല്ലാ കാര്യത്തിലും വിജയം നേടാനായിട്ട് സാധിക്കും, ഈ മുത്തശ്ശിയുടെ പോലെ. അപ്പൊ മുത്തശ്ശിക്ക് കണ്ണിന് കാഴ്ചയും കിട്ടി, പേരക്കുട്ടി ഉണ്ടായി, പിന്നെ പണവുമായി. അതെല്ലാം കൂടെ ഭഗവാന്റെ അടുത്ത് ഒരുമിച്ച് അങ്ങോട്ട് ബുദ്ധിപൂർവ്വം ചോദിച്ചു. അപ്പം അതെല്ലാം നേടിയെടുക്കാനായിട്ടും സാധിച്ചു. അപ്പോൾ ബുദ്ധിപൂർവ്വം വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്. അതെല്ലാം വർക്ക് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം കൂടെ ഉണ്ടാവണം. അതിനെന്ത് വേണം? ഭഗവാനിലെ ഭക്തി ഉണ്ടാവണം. ഇതെല്ലാം കൂടെ വരികയാണെങ്കിൽ ജീവിതത്തിൽ വിജയമുണ്ടാകും എന്ന് പറഞ്ഞു തരുന്ന ഒരു കഥയാണ് കേട്ടോ. കഥയൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുകയാണ് കേട്ടോ. ഇനി ഒരു അറിയിപ്പും കൂടെ പറയാനായിട്ടുണ്ട്. ഗുരുവായൂർ ദേവസ്വം സത്രം സർപ്പക്കാവിലെ പ്രതിഷ്ഠാദിനാണ് കേട്ടോ ഈ വരുന്ന ഏപ്രിൽ 2-ാം തീയതി. അപ്പോൾ ഈ മീനമാസത്തിലെ അത്തം നാൾക്കാണ് പ്രതിഷ്ഠാദിനം ആഘോഷിക്കുന്നത്. സർപ്പക്കാവൊക്കെ എവിടെയാണെന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും, ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. കിഴക്കേ നടയിലാണ്. നമ്മൾ ദീപസ്തംഭത്തിന്റെ അവിടുന്ന് നടപ്പന്തലിലൂടെ വരുമ്പോൾ നടപ്പന്തൽ അവസാനിക്കുന്ന ആ ഒരു ഭാഗത്തുനിന്ന് റൈറ്റ് സൈഡ്, അതായത് കൗസ്തുഭത്തിന്റെ സമീപത്തായിട്ടാണ് സർപ്പക്കാവ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. വളരെ കുറച്ച് 2-3 വർഷത്തിൽ 2-3 ദിവസം മാത്രമേ അവിടെ വിശേഷ പൂജകളൊക്കെ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ പ്രതിഷ്ഠാദിനാണ് ഏപ്രിൽ 2-ാം തീയതി രാവിലെ 7:30 മുതൽ കലശപൂജ, കലശാഭിഷേകം, പിന്നെ വൈകിട്ട് സർപ്പബലിയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ പങ്കെടുക്കണം അല്ലെങ്കിൽ കാണണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഏപ്രിൽ 2-ാം തീയതി വരാട്ടോ. നാഗദൈവങ്ങളുടെ ആ ഒരു അനുഗ്രഹം കൂടെ എല്ലാവർക്കും ലഭിക്കട്ടെ. അപ്പോൾ ഇതൊരു അറിയിപ്പായിട്ട് എടുക്കുക. ഈ ഏപ്രിൽ 2-ാം തീയതിയാണ് പ്രതിഷ്ഠാദിനം സത്രം സർപ്പക്കാവിൻ്റെ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവർക്കും അത് അറിയാനുള്ള ഒരു അവസരം കൂടെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ സാധിക്കുന്ന എല്ലാവരും പൂരം ഗണപതിയൊക്കെ ഇട്ടോളൂ കേട്ടോ. അപ്പോൾ പിന്നെ ഭഗവതിക്കും കൂടെ പ്രത്യേകത ഉള്ള ഒരു ദിവസം കൂടിയാണ് ഈ പൂരം. കാരണം ആറാട്ടുപുഴ പൂരമാണ് 30-ാം തീയതി. അത് രാത്രിക്ക് പൂരം നക്ഷത്രമുള്ള സമയത്താണ് എടുക്കുക. ഗണപതിക്ക് ഇടുമ്പോൾ രാവിലെ പൂരം നക്ഷത്രം വരുന്ന ദിവസം എടുക്കും. അതുകൊണ്ടാണ് 31-ാം തീയതി വരുന്നത് കേട്ടോ.
അതേപോലെ തന്നെ തിരുമാന്താംകുന്നിലൊക്കെ പൂരം പുറപ്പാട്, അതൊക്കെ ഈ ഒരു ദിവസം തന്നെയാണ് വരണത്. അപ്പോൾ എല്ലാം കൊണ്ട് വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. ഭഗവതിക്കും പ്രാധാന്യമുണ്ട്, പിന്നെ ഗണപതിയുടെ എന്ന് പറഞ്ഞാൽ ഗണപതിക്കും പ്രാധാന്യമുണ്ട്. അപ്പോൾ സാധിക്കുന്ന എല്ലാവരും ചെയ്തോളൂ എന്ന് തന്നെയാണ് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ തൊട്ടടുത്ത് ആൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിലുണ്ടെങ്കിലും കുഴപ്പമില്ല, അപ്പോൾ 1-2 കുട്ടികൾക്കെങ്കിലും കൊടുക്കുക പ്രസാദമൊക്കെ ഈ ഒരു നേദ്യത്തിൻ്റെ. അങ്ങനെയാണ് ഇപ്പം ഇന്നത്തെ കാലത്ത് കുട്ടികളെ കിട്ടാനും ബുദ്ധിമുട്ടൊക്കെയാണല്ലോ. അപ്പോൾ സാധിക്കുന്ന എല്ലാവരും ചെയ്യുക കേട്ടോ. എന്നിട്ട് എല്ലാവരും കമൻറ്റൊക്കെ ചെയ്യുക. നിങ്ങളുടെ അടുത്ത് പരിസരത്ത് അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് പരിചയമുള്ളവർ കണ്ടിട്ടുള്ളവർ ഒക്കെ കമൻറ്റ് ബോക്സിലും കൂടെ രേഖപ്പെടുത്താം. പിന്നെ നമുക്ക് നാമജപത്തിൻ്റെ വിശേഷങ്ങൾ കൂടെ പറയാം കേട്ടോ. ഇന്നലത്തെ നാമജപം 73,168ആണ്. 1,00,000 താഴെയുള്ളൂ. നാമം ചൊല്ലാഞ്ഞിട്ടാണോ ഇനി എഴുതിയിടാൻ പറ്റാഞ്ഞിട്ടാണോ ഇപ്പം ഞാൻ പറയാത്തത് കൊണ്ടാണോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ പറയാത്തത് ചില ദിവസങ്ങളിൽ വിട്ടുപോകുന്നതാണ്, അതൊന്നും നോക്കണ്ട കേട്ടോ. എല്ലാവരും നാമം ചൊല്ലുക, കൃത്യമായിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് ചുവടെയായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം കുറച്ച് കൂടുതൽ കൂടെ നാമങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അലങ്കാരങ്ങളും അതുപോലെ തന്നെ കഥകളും പിന്നെ ഇങ്ങനെയുള്ള അറിവുകൾ, ചോദ്യങ്ങൾ, അതിന് മറുപടികളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാമായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.